ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നതും കരഞ്ഞ് തളർന്ന് വിഷമിച്ചിരിക്കുന്ന കമലയുടെ അടുത്തേക്ക് സുധാകരൻ മാഷ് വരികയാണ്. എന്നിട്ട് പറയണം, ഇതേ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ടോ, നീ ഓർക്കുന്നുണ്ടോ? അന്നും വിക്രമിനെ കോടതിയിൽ എന്തായാലും നാളേക്ക് റിമാൻഡ് ചെയ്യുന്ന ഉറപ്പുള്ളത് കൊണ്ട് നമ്മളിതുപോലെ നീ അതുപോലെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അതിനുശേഷം അവൻ റിമാൻഡ് ആയ ശേഷം ഞാൻ എത്ര കാലം അവൻ വരുന്നത് വരെ ഭക്ഷണം നിര കഴിക്കാതെയും അതുപോലെ തന്നെ സന്തോഷമില്ലാതെയും ഒന്നിനും താല്പര്യമില്ലാതെയും ആഘോഷങ്ങളൊന്നുമില്ലാതെ വിഷുവും ഓണവും എല്ലാം അമ്പലങ്ങളിൽ മാത്രം പോയിട്ട് അന്നദാനം കഴിച്ചിട്ടൊക്കെ നമ്മൾ ജീവിച്ച് നമുക്ക് ഓർമ്മയില്ലേ? ഇനിയും അതുപോലെ തന്നെയായിരിക്കും വിക്രമിന് എതിരെ കേസ് തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, വിക്രം ജയിലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതുപോലത്തെ ജീവിതം തന്നെയായിരിക്കും വീണ്ടും നയിക്കാൻ പോകുന്നത്. കാരണം നിനക്കറിയാലോ, സത്യത്തിൽ ഞാൻ ഇന്നും കൂട്ടു നിന്നിട്ടുള്ളൂ. അത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഇതൊന്നും പക്ഷെ അവൻ അറിയാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് പറയുന്നുണ്ട്. പിന്നീട് പറയണം, അവൻ്റെ അതായത് പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ജയിലിൽ തിരിച്ചു വരുന്ന സമയത്ത് അവനെ സ്വീകരിക്കാനും നിനക്ക് ആരോഗ്യം വേണം, അല്ലെങ്കിൽ അവൻ എന്ത് കരുതും, ഞാൻ അവൻ്റെ അമ്മയെ കൂടെ ഇവിടെ നരകിപ്പിക്കുകയാണെന്ന് അവൻ കരുതി. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് വളരെയധികം സങ്കടം വന്നിട്ട് വാശിയെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയാണ്. വേദ മുറിയിലിരിക്കുന്ന സമയത്ത് ശ്രീജ വേദയ്ക്കുള്ള ഭക്ഷണമായിട്ട് വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ ശ്രീജയോടായിട്ട് ചോദിക്കുകയാണ്, ശ്രീജയ്ക്ക് എന്നോട് ഒരു ദേഷ്യമില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയാണ്, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് എനിക്ക് തോന്നുന്നു നീ എന്തോ നല്ലതിന് വേണ്ടി അത് ചെയ്യുന്നെന്ന്. കാരണം ഇവിടെ വന്നത് മുതലും എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. നീ എന്തായാലും വിക്രമിന് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലും ഓരോ കാര്യമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം. പക്ഷെ അത് തെളിയിക്കാനോ അത് പറയാനോ ഒന്നും എനിക്കറിയില്ല, വിശ്വസിക്കുകയില്ല എന്ന് പറയണം. ശേഷം ശ്രീജ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ്, അതായത് നമ്മുടെ വിക്രമിൻ്റെ കേസ് കോടതിയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ വിക്രമായിട്ട് പോലീസുകാർ വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വിക്രമിൻ്റെ ഫ്രണ്ട്സായ ജോസും സുദീപും അവിടെ എത്തുന്നുണ്ട്. പിന്നീട് അങ്ങനെ ശങ്കരൻ നാരായണനാണ് ജഡ്ജായിട്ടുള്ളത്. ശങ്കരൻ നാരായണനും എത്തുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ കോടതിയുടെ കൂട്ടിനുള്ളിൽ കയറ്റുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കേസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ശങ്കരൻ പറയുമ്പോൾ, അതായത് വിക്രമിനെ എതിർത്ത് വാദിക്കുന്ന വക്കീൽ പറയണം, വത്സൻ MLAയുടെ മകനായ വത്സൻ്റെ മകനുമായിട്ട് യാതൊരുവിധ മുൻപരിചയമില്ല വിക്രമിന്. പക്ഷേ വിക്രം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്തായാലും വിക്രമിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കണം, കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് വിക്രമിനെ സപ്പോർട്ട് ചെയ്യുന്ന വക്കീൽ പറയണം, രണ്ടുപേരും ചെറിയ ഗുണ്ടകൾ തന്നെയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുണ്ടായി, അതിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത്, അല്ലാതെ വിക്രം വേണം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തല്ല എന്ന് പറയുന്നുണ്ട്. വേണം വെച്ച് ചെയ്യാത്തത് കൊണ്ടാണ് വിക്രം ഇപ്പോൾ ഇവിടെ സൂപ്പറായി നിൽക്കുന്നതും ആ അടി കൊണ്ട് ആൾ ഹോസ്പിറ്റലായി കിടക്കുന്നത് എന്ന് അപ്പോൾ ശങ്കരൻ നാരായണൻ പറയുന്നുണ്ട്. പിന്നീട് ഏതായാലും പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ കൊണ്ടുപോയിട്ട് ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചിട്ട് വരാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ വിക്രമുമായിട്ട് പോലീസുകാർ സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ജോസഫും സുധീവും പുറകിൽ തന്നെയുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ വേദ അവിടെ ടൗണിലെ കടയിൽ എന്തോ ഷോപ്പിൽ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ വിക്രം വരുന്നത് കണ്ടിട്ട് ആകെ തകർന്നു പോവുകയാണ്. താനിങ്ങനെ എന്തുകൊണ്ടാണ് താനിങ്ങനെ സാക്ഷി പറയുന്നത് സത്യം ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ താൻ കാരണമാണല്ലോ, എന്തായാലും താൻ കാരണമാണ് വിക്രമിന് അവസ്ഥ ഉണ്ടായെന്ന് ആലോചിച്ചിട്ട് അവൾക്ക് വളരെയധികം സങ്കടവും ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ജോസഫ് വേദയുടെ അടുത്തിരുന്ന് പറയണം, ഇപ്പം നിനക്ക് ഹാപ്പി ആയല്ലോ, എന്താണ് ഇതിന് കാരണം എന്ന് പോലും അന്വേഷിക്കാതെയല്ല നീ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തിയെന്ന് പറഞ്ഞിട്ട് വേദയെ കുറ്റപ്പെടുത്തുകയാണ്. അതും കൂടെ കേൾക്കുമ്പോൾ വേദ ആകെ സങ്കടപ്പെട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് പോലീസുകാരൻ വേദയുടെ അടുത്ത് കൊണ്ട് പറയാണ്, താങ്ക് യു കുട്ടി, നിങ്ങൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള സാക്ഷിയായിരുന്നു, അതേപോലെ തന്നെയാണ് അവനും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ കമലാമ്മ കോടതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് സുധാകരനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ സുധാകരൻ എത്തിയെന്ന് സുധാകരനോട് ചോദിക്കുന്നുണ്ട്, എന്തായി കോടതിയിലെ കാര്യങ്ങൾ, എൻ്റെ മോന് ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കണം. എന്തായാലും അവന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷേത്രത്തിൽ പോകണം, അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച എല്ലാ പ്രശ്നങ്ങളും ശരിയാവുന്ന പറയുന്നത്. അവനക്കാണെങ്കിൽ എപ്പോഴും തുടർച്ചയായിട്ട് ഓരോ പ്രശ്നങ്ങളാണ്. ഏതായാലും നിങ്ങളും വരണം, നിങ്ങൾ അവനിക്ക് എതിരെ സാക്ഷി പറഞ്ഞതല്ലേ, അവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ചെയ്ത പാപവും പോകുമെന്ന് പറയണം. ഈ ഒരു ടൈമിൽ സുധാകരൻ പറയണം,
ഞാൻ കോടതിയുടെ അകത്ത് പോയിട്ടില്ല എങ്കിലും ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവന് ജാമ്യം കിട്ടിയില്ല, അവൻ റിമാൻഡിൽ പോയി കമലെന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും നമ്മുടെ കമലമ്മ തകർന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ കമലമ്മ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ ദർശൻ വക്കീലിൻ്റെ അടുത്തേക്ക് എത്താണ് കേട്ടോ. ശേഷം ദർശന് കൊടുക്കാനുള്ള കടം ഉണ്ടായിരുന്നല്ലോ, ഓട്ടോയ്ക്ക് ദർശൻ കൊടുത്ത കാശുണ്ടല്ലോ, അത് അവൾ തിരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അത് നിങ്ങൾ ഫീസ് തരാതെ ചെയ്തു തരണം എന്ന് പറയണം. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കോടതിയിലെ കേസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയണം. ഇത് കേട്ടപാടി ദർശന് മനസ്സിലായി വിക്രമിൻ്റെ കേസാണെന്ന്. അപ്പം അവൻ പെട്ടെന്ന് പറയാണ്, കാര്യം ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. അത് വിട്ടേക്ക് രാധേ, നമുക്കത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വിടാൻ പറയുന്നുണ്ട്. രാധ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദർശനത്ത് സമ്മതിക്കാത്ത പോലെ ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ വിട്ടാക്കുകയാണ്. അങ്ങനെ അവൾ വളരെയധികം സങ്കടപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ ദർശന് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ ദർശൻ വേദയുടെ അതായത് വിക്രമിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വിനായകനും നന്ദിനിയുമാണ് ദർശനെ വരവേൽക്കുന്നത്. ശേഷം നന്ദിനി വേദയോടായിട്ട് പറയുന്നുണ്ട്, ദർശൻ വക്കീൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, നിന്നെ കെട്ടാൻ പോകുന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കമലമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വേദ ദർശനെ ഇങ്ങോട്ട് വന്നിട്ട് അവളെ അന്വേഷിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കോടതിയിലെ കേസിൻ്റെ കാര്യമൊക്കെ അറിയാനോന്ന് പറഞ്ഞിട്ട് ദർശൻ വേദയോട് പറയുന്നുണ്ട്. അപ്പോൾ ഏത് കേസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കമലാമ്മയും എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. നീ സാക്ഷി പറയാൻ പോകണം അടുത്ത ആഴ്ച, നിനക്ക് അറിയില്ലെന്ന് പറയുമ്പോൾ അതെനിക്കറിയാമെന്ന് പറയണം. ജഡ്ജായിരിക്കുന്ന നിൻ്റെ അച്ഛനാണ് കേസ് വിധി അതായത് നീ സാക്ഷി പറയാൻ പോകുന്ന വിക്രമനാണ്, കാര്യങ്ങൾക്ക് വളരെ ക്രിട്ടിക്കലാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മറുപടി പറയാതെ വേദ മിണ്ടാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിനായകൻ ചോദിക്കുകയാണ്, എന്താണ് ഉള്ളിലായിക്കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കേണ്ടി വരുന്നൊക്കെ ചോദിക്കുകയാണ്. കൂടിപ്പോയ 7 വർഷം എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ദർശൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കമലമ്മ ആകെ തകർന്നു പോവുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ ഒന്നും മിണ്ടാതെ ദർശനം ഇങ്ങനെ നോക്കി നിൽക്കുന്ന എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.